ഹലോ, ഇന്ന് താനേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവാം. കുട്ടി കുട്ടി സാധനങ്ങൾ. ഹൈലൈറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ബേബീസിന്റെ പ്രൊഡക്ട്സ് ഒന്നും കണ്ടാലും തീരൂലോ. എന്റെ ലക്ഷ്യത്തിന് വരെ വഴിമാറിപ്പോയി ഞാനത് കണ്ടു. മെയിൻ ആയിട്ട് താനേക്ക് ബോട്ടിലും സ്പൂൺസും ഒക്കെ വാങ്ങിക്കാനാണ് വന്നത്. ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ നോക്കി. ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് അവിടുന്ന് വരാനേ തോന്നണില്ലേനു. പിന്നെ ഞാൻ നോക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഡ്രസ്സസിന്റെ മോഡൽസ് ഒക്കെ നോക്കി. അങ്ങനെ കുറെ നോക്കിയ കൂട്ടത്തിൽ എനിക്ക് വേണ്ടി ഒരു സാധനമായിരുന്നു ഫുൾ സ്ലീവ് ടീഷർട്ട്. അതെന്തായാലും എനിക്ക് കിട്ടി. കിഡ്സിന്റെ ഷോപ്പ് തപ്പി പോകുന്ന സമയത്താണ് ഞാൻ ഈ ഒരു സ്റ്റോർ കണ്ടത്. കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഒരു സിമ്പിൾ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു. ഇത് കളർ ഒന്നും ഫേഡ് ആവില്ല എന്നാ പറഞ്ഞത്. ഗോൾഡ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ യൂസ് ചെയ്യും. പിന്നെ ഞങ്ങൾ ലൈഫ് സ്റ്റൈലിലേക്ക് പോയി. എനിക്കൊരു ബാഗ് നോക്കാം. എന്തോ ഇവിടെയുള്ള ബാഗ്സ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. വൈറ്റിലേക്ക് തന്നെയാണ് കൂടുതൽ കണ്ടുപോകുന്നത്. ഞാൻ ഈ ഒരു വൈറ്റ് ബാഗ് എടുത്ത് സ്പൂൺ അന്വേഷിച്ച് വേറെ ഷോപ്പ് കയറിയപ്പോഴാണ് ഈ കപ്പ് എന്നെ ആകർഷിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ക്യൂട്ട് ആയിട്ടുള്ള കപ്പുകളല്ല ഞാൻ എവിടെ ആണെങ്കിലും പോയി. ഇതൊക്കെ വളരെ ബിഗ് സൈസ് ആണ്. എനിക്ക് ഇത്ര വലുതൊന്നും വേണ്ട. താനിക്ക് പിങ്കു പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. താനി ഇറങ്ങുന്ന സമയത്തൊക്കെ അവൾ കൂടുതൽ ഒറ്റക്കായിരിക്കും. അങ്ങനെ അവക്ക് കൂട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഒരു സാധനം വാങ്ങിക്കുന്നുണ്ട്. താനിയെ വരുന്നതിന് കുറെ മുമ്പാണ് ഞാൻ പിങ്കുവിനെ വാങ്ങിയത്. കാരണം എനിക്ക് ഇങ്ങനത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് നമ്മളെ ബേബി ഷാർക്ക്. എന്റെ പ്ലാനിലുള്ള സാധനം അപ്പോഴും കിട്ടിയില്ല. അവസാനം നെസ്റ്റോയിൽ കയറിയിട്ട് പത്തിരിക്കല്ല് വാങ്ങണ്ടായിരുന്നു. അത് വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫസ്റ്റ് ക്രൈയിലേക്കാണ് പോയത്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച സാധനം വാങ്ങിച്ച് ഞങ്ങൾ നേരെ പോയത് ഹരിദാസ് ഏട്ടന്റെ വീട്ടിലേക്ക്. ഹസ്ബൻഡ് മുമ്പ് താമസിച്ച സ്ഥലത്തുള്ള നെയ്ബറാണ് ഇവര്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് അവരെ കാണുന്നത്. അങ്ങനെ എനിക്ക് വീടൊക്കെ ഫുള്ള് കാണിച്ചു തന്നിട്ട് ഇവര് സിറ്റ് ഔട്ടിൽ നിന്നിട്ട് ഫ്രണ്ടിലേക്കുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. വളരെ ഭംഗിയില്ലേ കാണാൻ. നീളത്തിലുള്ള ഒരു ഡൈനിങ് ഹാൾ അവര് കൊടുത്തത്. പകൽ സമയത്ത് ഇവിടേക്കുള്ള ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ലൈറ്റ് തന്നെയാണ്. നാച്ചുറൽ ലൈറ്റ് എത്തുന്ന തരത്തിൽ ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് ആ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടായിരിക്കും. മുകളിൽ ഓപ്പൺ ആയിട്ടാണുള്ളത്. മാഷാല്ലാ, ഇവര് ഗാർഡൻ അടിപൊളിയാണ്. അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈവനിങ് ടൈമിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ചെടികൾ എടുത്താണെന്ന് പറഞ്ഞത്. എന്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. നോമ്പായതുകൊണ്ട് ബാങ്ക് കൊടുക്കാൻ സമയമായില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് വളരെ നല്ലൊരു ദിവസമായിരുന്നു. കുറച്ചു കാലം കൂടിയിട്ട് പുറത്തിറങ്ങിയത് അന്നായിരുന്നു. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ തീരാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.